തടവുകാരുടെ പട്ടിക പരസ്പരം കൈമാറി ഇന്ത്യയും പാകിസ്ഥാനും. സംഘർഷങ്ങൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആദ്യ നയതന്ത്ര ഇടപാടാണിത്. എല്ലാ വർഷവും ജനുവരി ജൂലൈ മാസങ്ങളിലാണ് തടവുകാരുടെ പട്ടിക കൈമാറുക. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും ചേരുന്ന കൂടുതൽ വിവരങ്ങൾ. ബൽറാം, ഈ ഓപ്പറേഷൻ സിന്ദൂർ, അതിനു മുമ്പുണ്ടായ പഹൽഗാം ആക്രമണം, ഇതിനൊക്കെ ശേഷം വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം അത് പഴയപടിയാവുന്നതിന്റെ സൂചനയാണോ ഇത്? ഈ രീതിയിലുള്ള നടപടികൾ എല്ലാ വർഷവും നടത്തുന്നതാണെന്ന് പറയുന്നു. പക്ഷേ ഇതിപ്പോൾ ഈ ആക്രമണങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ അത് ഉണ്ടാകുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇതിപ്പോൾ ആ നടപടിയുമായി ഈ രാജ്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എങ്ങനെ കാണാം ഇതിനെ, ബൽറാം? പ്രജിൻ, ഇന്ത്യയും പാകിസ്ഥാനും ഈ തങ്ങളുടെ രാജ്യത്ത് തടവിലുള്ള മറു രാജ്യത്തിന്റെ പൗരന്മാരുടെ പട്ടിക കൈമാറുന്ന പതിവുണ്ട്. എല്ലാ 6 മാസത്തിൽ ഒരിക്കൽ, അതായത് സാധാരണ നിലയിൽ ജനുവരി ജൂലൈ മാസങ്ങളിലാണ് ഈ പട്ടിക കൈമാറുക പതിവ്. എന്നാൽ സംഘർഷ സാഹചര്യങ്ങളിൽ ഈ പട്ടിക കൈമാറുന്നത് പലപ്പോഴും വൈകാറുണ്ട്. അല്ലെങ്കിൽ 6 മാസത്തേക്ക് പട്ടിക കൈമാറാത്ത സാഹചര്യവും മുൻപ് ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അത്തരത്തിലൊരു കൈമാറ്റം ഉണ്ടാകുമോ എന്നുള്ള തരത്തിലുള്ള ചോദ്യം ഉയർന്നിരുന്നു. എന്നാൽ ആ നടപടി ഇത്തവണയും ഉണ്ടായിരിക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണം, സിന്ദൂർ ഓപ്പറേഷൻ എന്നിവയ്ക്ക് ശേഷം ആദ്യമായുള്ള നയതന്ത്ര ഇടപെടലാണ് രണ്ട് രാജ്യങ്ങളും തമ്മിൽ നടത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ തടവിലുള്ള പാക് പൗരന്മാരുടെ പട്ടിക ഇന്ത്യ പാകിസ്ഥാന് കൈമാറിയിരിക്കുന്നു. പാകിസ്ഥാനിൽ തടവിലുള്ള ഇന്ത്യൻ പൗരന്മാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും പട്ടിക പാകിസ്ഥാനും ഇന്ത്യക്ക് കൈമാറിയിരിക്കുകയാണ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും.